എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്ത ഫയലുകളാണ്. നിങ്ങളുടെ മാറ്റം ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാറ്റം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ചിന്തയിലോ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള സമീപനത്തിലോ. ആ മാറ്റങ്ങൾ ആ വ്യക്തിയെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി ഏത് തരത്തിലാണ് ആ കാര്യങ്ങളെക്കുറിച്ച് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാർഡ്, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞ മാറ്റം ആ വ്യക്തി ഉൾക്കൊള്ളുന്നുണ്ട്. സന്തോഷമുണ്ട്. ആ വ്യക്തിക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. പറഞ്ഞത് നിങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു മാറ്റം ആ വ്യക്തി ഉൾക്കൊള്ളുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ മാറ്റത്തെ ആ വ്യക്തി അതിവേഗം ഉൾക്കൊള്ളുന്നുണ്ട്. ആ വ്യക്തി അത് സന്തോഷത്തോടെ കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും അത് നിങ്ങളെ അറിയിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ആ വ്യക്തി ആ മാറ്റത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി ആ മാറ്റത്തെ കാണുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് മാറ്റത്തെ ഉൾക്കൊള്ളാൻ ആ വ്യക്തിയുടെ മനസ്സ് വ്യഗ്രത കാണിക്കുന്നു. കാരണം മാറ്റങ്ങളിലൂടെ ആ വ്യക്തിക്കുണ്ടാകുന്ന നഷ്ടമോ ലാഭമോ അല്ല ആ വ്യക്തിയുടെ പ്രശ്നം. നിങ്ങളങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മാറ്റത്തെ ആ വ്യക്തി ഉൾക്കൊള്ളുകയാണ്. കാരണം നിങ്ങൾ അത്രമാത്രം ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മാറ്റത്തെ ആ വ്യക്തി ഉൾക്കൊള്ളുന്നത്. ആ വ്യക്തിയുടെ ഇഷ്ടവും ആ വ്യക്തിയുടെ അനിഷ്ടത്തെക്കുറിച്ചൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹം, ബഹുമാനം, അല്ലെങ്കിൽ ആ കാര്യമായിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ കാര്യത്തിൽ നടത്തുന്ന ശ്രദ്ധ, അത് മാത്രമാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ആ വ്യക്തിയുടേതായ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ആ വ്യക്തി അതിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ആ വ്യക്തി കേവലം നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കനുസൃതമായി പെരുമാറുന്നു, നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും അത് സന്തോഷമാണെങ്കിലും അത് പുറത്തു കാണിക്കുന്നില്ല. നിങ്ങളുടെ ആഗ്രഹത്തിനോടൊപ്പം സഞ്ചരിക്കാനാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഇഷ്ടം. മാറ്റത്തിൻ്റെ ഭാവി എന്തായാലും നിങ്ങളെ ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഒരിക്കലും തെറ്റായി പോവില്ല എന്നും, നിങ്ങൾ ആ വ്യക്തിയെ തെറ്റിലേക്കോ അല്ലെങ്കിൽ കുഴപ്പത്തിലേക്കോ നയിക്കില്ല എന്നുള്ള ആ വ്യക്തിയുടെ ചിന്ത ഉറപ്പായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ കുഴപ്പങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മാന്യമായിട്ട് ഒരു ജീവിതം ജീവിക്കുക, മാന്യമായിട്ട് മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഇതെല്ലാം തന്നെയാണ് ആ വ്യക്തിയുടെ ചിന്ത. അല്ലാതെ ഒരു തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഈ കാര്യത്തിൽ ആ വ്യക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം നിങ്ങളെ അതിനേക്കാൾ മേലെ ആ വ്യക്തി കാണുന്നു, പോസിറ്റീവായിട്ട് നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്നെസ്. നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, നിങ്ങൾക്ക് വേണ്ടി എല്ലാം അർപ്പിക്കുന്നു, നിങ്ങളിലൊക്കെ ഒത്തുചേരാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. മൂന്നാമത്തെ കാർഡ് പറയുന്നത് അതാണ്. ഒരു പുതിയ തുടക്കമായി ജീവിതത്തെ കാണുന്നു. ഈ മാറ്റം പോസിറ്റീവായിട്ടുള്ള തുടക്കങ്ങളുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മാറിയിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങളുടെ തീരുമാനപ്രകാരമുള്ളൊരു മാറ്റമാണ്. ആ വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ആ വ്യക്തിക്ക് അത് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം പോസിറ്റീവായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങൾ, നിങ്ങൾ പറയുന്ന മാറ്റങ്ങൾ അതേപടി വിശ്വസിച്ചുകൊണ്ട്, അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലെ പുതിയ തുടക്കത്തിന്, ചിലപ്പോൾ ഒരു പുതിയ ജോലി, ചിലപ്പോൾ പുതിയൊരു രാജ്യം, ചിലപ്പോൾ പുതിയൊരു ചിന്താഗതി, പുതിയ മാറ്റം, ആ മാറ്റത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി ഉൾക്കൊള്ളുന്നത്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളും വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ മാറി ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ആ വ്യക്തി നിങ്ങൾക്കൊപ്പം നിന്ന് ആഗ്രഹിക്കുന്നു. അതിന് 100% നിങ്ങൾ പിന്താങ്ങുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം അല്ലെങ്കിൽ അവർ പിന്താങ്ങുന്നു. അത് നിങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. ആ വ്യക്തി നിങ്ങളിൽ പ്രചോദനം ഉളവായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പോസിറ്റീവായിട്ട് ആ വ്യക്തി പോകുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് എല്ലാത്തിലും ഉപരി നിങ്ങളാണ്. പുതിയ ഐശ്വര്യങ്ങൾ, പുതിയ നന്മകൾ, പുതിയ ബന്ധങ്ങൾ, ബന്ധങ്ങളിലെ ദൃഢതകൾ, അതൊക്കെ നിങ്ങളിലേക്ക് വരികയാണ്.
ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്നെന്നും ദൃഢമായി നിൽക്കുകയും പുതിയ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കരുത്തേകുകയും ചെയ്യും. അത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തി വേദനിക്കുന്നില്ല, സന്തോഷിക്കുകയാണ്. പഴയ പോലെ ഒരു ഈ പതറുന്ന ചിന്തയല്ല ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. ആ വ്യക്തിക്ക് അറിയാം പുതിയ വെല്ലുവിളികൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ആ വ്യക്തി. മുമ്പൊക്കെ വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ആ വ്യക്തി തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി അതെല്ലാം നിസ്സാരമട്ടിൽ കാണുന്നു. നിങ്ങളോടൊപ്പം ജീവിച്ച് കിട്ടിയൊരു കരുത്താണ്, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നാകണമെന്നുള്ള ആഗ്രഹത്തിലുണ്ടായതാണ്. ഒന്നിലും പതറുന്നൊരു മനസ്സില്ല. വെല്ലുവിളികളെ യഥാവിധി സ്വീകരിക്കാനായിട്ട് ആ വ്യക്തിയുടെ മനസ്സ് സജ്ജമായിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പ്രേരണയാകാം. വെല്ലുവിളികൾ ഏത് വലുത് വന്നാലും അതിനെ തന്മയത്വത്തോടെ നേരിടാനും നല്ല ചിന്തയോടെ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാനും ആ വ്യക്തി പഠിച്ചിരിക്കുന്നു. പഴയ പോലെ ഓരോ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും പതറുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾക്കൊപ്പം ഉള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കൂടി പ്രചോദനമാകുന്ന തരത്തിലേക്ക് ആ വ്യക്തി വളർന്നിരിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ആ വ്യക്തി ആർജിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയൊന്നും നിങ്ങൾ ഭയപ്പെടാനില്ല. പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക. ഇതിൻ്റെ എല്ലാം ഉത്തരം നിങ്ങൾക്ക് ഉടനെ കിട്ടും. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവും. നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റങ്ങൾ ഉൾക്കൊണ്ടോ, നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റത്തിനൊപ്പം നിന്നോ, നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റങ്ങൾ ആഗ്രഹിച്ചോ, നിങ്ങൾ എങ്ങനെ വെല്ലുവിളികളെ നേരിട്ടുവോ, അതിൻ്റെയൊക്കെ മുമ്പിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കരുത്ത് വരികയാണ്. പോസിറ്റീവായിട്ടുള്ളൊരു ദർശനം വരികയാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ ഈ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരും. അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാവും, പോസിറ്റീവ് തരംഗമാവും. കൃത്യമായ ഒരു ജീവിത പാന്താവിലൂടെ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. രാത്രികാലങ്ങളിൽ ആ വ്യക്തി നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്. രാത്രിയുടെ ഏകാന്തതയിൽ നിങ്ങളിലുള്ള വിശ്വാസവും നിങ്ങളിലുള്ള നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച നന്മയും ആ വ്യക്തി ഓർക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ശുഭചിന്തയുമായാണ് ആ വ്യക്തി രാത്രികൾ കടന്നു പോകുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ സന്തോഷമുണ്ട്. എല്ലാ വെല്ലുവിളികളും ഉണ്ടാകാം, ചില ദുഃഖങ്ങളും ചില പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം പോസിറ്റീവായിട്ട് അതിജീവിക്കാനായിട്ട് ആ വ്യക്തിക്ക് കരുത്ത് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല നിങ്ങളുടെയോടുള്ള പ്രണയം ആ വ്യക്തിയെ അതിന് ഉറപ്പിച്ച് നിർത്തുന്നുമുണ്ട്. രാത്രിയിൽ ആ വ്യക്തി നിർണായകമായ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിട്ടെടുക്കും. തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ കരുത്ത്, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ഐക്യം എന്നിവരിൽ നിന്ന് കാണാൻ കഴിയും. ലാസ്റ്റ് കാർഡ്, ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്. നല്ലൊരു കാലഘട്ടം ഉണ്ടാകാൻ, നല്ലൊരു ജീവിതം ഉണ്ടാകാൻ. എല്ലാ പ്രതിസന്ധികളും, ഒരുപാട് ശത്രുക്കളുണ്ട് അറിയാം, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് അറിയാം. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് നിങ്ങളോടൊപ്പം ഒരു നല്ല ജീവിതത്തിന്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.